പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരേ, ഇന്ന് തിരുസഭ ആഗമനകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആഗമനകാലത്തിൻ്റെ 1-ാം ഞായറാഴ്ചയാണ്. ആഗമനം തീർച്ചയായിട്ടും യേശുവിൻ്റെ വരവിനെ ഓർമ്മിപ്പിക്കുകയാണ്. യേശുവിൻ്റെ വരവ് അത് ഓർമ്മ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു. യേശുനാഥൻ തൻ്റെ ഈ ലോകത്തേക്കുള്ള പ്രവേശനം അത് സാധ്യമായി കഴിഞ്ഞു. എന്നാൽ രണ്ടാമതും വരവുണ്ട്. അത് നമ്മൾ ഓരോരുത്തരെയും വിധിക്കുവാനായിട്ട്, ആ വരവിന് വേണ്ടി നമ്മൾ ജാഗ്രതയോടുകൂടി കാത്തിരിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കാത്തിരിപ്പ് വിഫലമാകാതെ അത് സാഫല്യത്തിലെത്തുന്നതിന് വേണ്ടി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ നന്മ ചെയ്തുകൊണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്തുകൊണ്ടും നമുക്ക് കൂടുതൽ ദൈവാര്യങ്ങൾ പ്രാപിക്കാം. അങ്ങനെ യേശുവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ നമുക്ക് പരിശോധിച്ചുകൊണ്ട് ചെയ്ത പാവക്കെല്ലാം പരിഹാരമായിട്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ബലിയർപ്പിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം പാപങ്ങൾ പുറത്ത് നമ്മൾ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ അഭിഷിക്തൻ്റെ ആഗമന വേളയിൽ സൽപ്രവൃത്തികളോടെ അങ്ങേ വലതു ഭാഗത്തോടി അണഞ്ഞ് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നതിന് യോഗ്യരാകുവാൻ വേണ്ടി ഇച്ഛാശക്തി അങ്ങേ വിശ്വാസികൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മയുള്ള ഐക്യത്തെ എന്നും ദൈവമായി ജീവിച്ച കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവേ, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം. കർത്താവേ, അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അങ്ങയെ ഭയപ്പെടാതിരിക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത്? അങ്ങയുടെ ദാസർക്കു വേണ്ടി, അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്കു വേണ്ടി അങ്ങ് തിരികെ വരേണമേ. കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരേണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്കു വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സത്പ്രവർത്തികൾ മലിനവസ്ത്രം പോലെയും ആണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു. കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ദൈവമേ, ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഇസ്രായേലിന്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിൽ മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. ദൈവമേ, ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലതു കൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. ദൈവമേ, ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലതുവശത്ത് നിർത്തിയിരിക്കുന്നവന്റെ മേൽ, അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുകയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക്
യാതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് നിങ്ങളുടെ കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അപ്പോൾ ഈശോ മനുഷ്യന്മാരുടെ ചെയ്തു, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ. സമയം എപ്പോഴാണ് നിങ്ങൾക്കറിവില്ലല്ലോ. വീട് വിട്ട് ദൂരത്തേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉറന്നിരിക്കുവാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണിത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരും എന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടും കൂടിയായിട്ടാണ്. ജാഗരൂകരായിരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയമുള്ളവരെ, രാമു എന്ന ഒരു ബാലൻ, അവൻ ഗ്രാമത്തിൽ വസിക്കുകയാണ്. ഗ്രാമവാസിയായ ആ പയ്യന് സർക്കസിനെ കുറിച്ച് അത് കാണുവാനുള്ളൊരാഗ്രഹം. അതെങ്ങനെ എന്ന് പുസ്തകങ്ങളിലൂടെ വായിച്ചറിഞ്ഞിട്ടുള്ളതും കേട്ടറിഞ്ഞു മാത്രമേ ഉള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹം ആ കൊച്ച് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ആ ഗ്രാമത്തിൽ ഒരു സർക്കസ് സംഘം എത്തുന്നുണ്ട് എന്നറിഞ്ഞത്. അന്ന് മുതൽ അവൻ കിട്ടുന്ന ഓരോ നാണയത്തൊട്ടും അവൻ ശേഖരിച്ചു തുടങ്ങി, സ്വരൂപിക്കാൻ തുടങ്ങി സർക്കസ് കാണുവാനായിട്ട്. അങ്ങനെ ആ ദിനം വന്നു. സർക്കസ് സംഘം എത്തുകയാണ്. അവരുടെ ആദ്യ പരേഡാണ്. എല്ലാ മൃഗങ്ങളെയും അതിൽ കാണാം. സർക്കസ് ചെയ്യുന്നവരെയും കോമാളികളെയും ഒക്കെ കണ്ടു. ആ പരേഡ് കഴിഞ്ഞപ്പോൾ അവൻ സ്വരൂപിച്ച തുക അവർ കൊടുക്കുകയാണ്. എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം അവൻ ശരിക്കും ഉള്ള സർക്കസ് കാണുവാൻ ഇടയായി. അപ്പോഴാണ് അവൻ വിചാരിക്കുന്നത്, താൻ അന്ന് കണ്ടത് പരേഡായിരുന്നല്ലോ, യഥാർത്ഥത്തിൽ അത് സർക്കസ് ആയിരുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ആഗമന കാലത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ആരെയാണോ കാത്തിരിക്കുന്നത്, എന്തിനെയാണോ കാത്തിരിക്കുന്നത്, വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കാതെ വന്നാൽ തീർച്ചയായിട്ടും ആ കാത്തിരിപ്പ് വ്യർത്ഥമായി പോകും, അത് പാഴായിപ്പോകും. അതുപോലെ ആരെയാണോ നമ്മൾ കാത്തിരിക്കുന്നത്, അവനെ തിരിച്ചറിയാൻ സാധിക്കാതെ വന്നാലും ഇത് തന്നെയാണ് സംഭവിക്കുക. നമ്മുടെ കാത്തിരിപ്പ് ദുഃഖത്തിലായിപ്പോകും. ആ കുട്ടിയെപ്പോലെ അവൻ യഥാർത്ഥത്തിൽ വ്യക്തമായി അറിയില്ല. അതുകൊണ്ട് അവൻ്റെ കാത്തിരിപ്പ് വ്യർത്ഥമായി. ഇതുപോലെ ആയിരിക്കരുത് നമ്മൾ ഓരോരുത്തരും. നമ്മളും കാത്തിരിപ്പിൻ്റെ സമയമാണ്. സഭ ആഗമനകാലത്തിലേക്ക് കടക്കുകയാണ്. ആഗമനകാലത്തിൻ്റെ 1-ാം ഞായറാഴ്ചയാണിന്ന്. യേശുവിൻ്റെ ആഗമനം, മനുഷ്യപുത്രൻ്റെ 2-ാമത്തെ ആഗമനം.
മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ ആരാണ് ഈ മനുഷ്യപുത്രൻ? നമ്മൾ സാധാരണ മനുഷ്യരുടെ മക്കളെ മനുഷ്യപുത്രൻ അല്ലെ മനുഷ്യപുത്രി എന്നൊന്നും നമ്മൾ വിളിക്കാറില്ല. മറിച്ച് കൊച്ചിലായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കുട്ടികളെന്നൊക്കെയാണ് നമ്മൾ വിളിക്കാറുള്ളത്. അവരെ വളർന്നു വരുമ്പോൾ മനുഷ്യൻ അത് വേർതിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ പേര് ചൊല്ലി നമ്മൾ വിളിക്കുന്നു. അല്ലാതെ മനുഷ്യപുത്രൻ മനുഷ്യപുത്രി എന്ന് നമ്മൾ വിളിക്കുന്നില്ല. ഇതുപോലെയാണ് മൃഗങ്ങളുടെ കാര്യത്തിലും. മൃഗങ്ങളെയും നമ്മൾ സിംഹങ്ങളുടെയോ സിംഹപുത്രനോ സിംഹപുത്രിയോ എന്നൊന്നും വിളിക്കുന്നില്ല. മറിച്ച് അത് സിംഹക്കുട്ടി, പുലിക്കുട്ടി അല്ലെങ്കിൽ നായക്കുട്ടി എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ അത് വളർന്നു വരുമ്പോൾ സിംഹം അല്ലെങ്കിൽ സിംഹി അല്ലെങ്കിൽ പുലി അല്ലെങ്കിൽ നായ എന്നിങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ കാണുന്നത്. എന്നാൽ ഇവിടെ മനുഷ്യപുത്രൻ എന്ന് യേശുവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ സാധാരണ വ്യക്തിയിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ യേശുവിൽ കാണുന്നത്. അതുകൊണ്ടാണ് മനുഷ്യപുത്രൻ എന്ന് പറയുന്നത്. ഇവിടെ മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവപുത്രനാണ്. യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ്. ദൈവത്തെയാണ് നമ്മൾ മനുഷ്യപുത്രൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മനുഷ്യപുത്രൻ്റെ ആഗമനമെന്ന്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ആഗമനം എന്ന് പറയുമ്പോൾ വരവ് എന്നാണ്. യേശുവിനെ സംബന്ധിച്ച് 2 വരവാണ്. ഒന്ന്, നമുക്കറിയാം, ദൈവം വാഗ്ദാനം ചെയ്ത നിങ്ങൾക്കായിട്ട് രക്ഷകൻ വരും. ആ യേശു അത് കാലത്തിൻ്റെ തികവിൽ വന്നു, നമ്മൾ അനുഭവിച്ചു. എന്നാൽ രണ്ടാമതായിട്ട് യേശു വരും. ആ യേശുവിൻ്റെ വരവിനായിട്ടാണ് സാധാരണ നമ്മൾ ഈ അവസരങ്ങളിൽ ഒരുങ്ങേണ്ടത്. അതെപ്പോഴാണ്, എന്നാണ്, ഏത് ദിവസമാണ് എന്ന് നമുക്കൊന്നും അറിയില്ല. എപ്പോഴും സംഭവിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ജാഗരൂകരായിരിക്കുക, കാത്തിരിക്കുക എന്ന് പറയാറുള്ളത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഈ വരവിനായി കാത്തിരിക്കുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്ന യേശുവിനെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? എന്ത് മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അത് നമ്മൾ ഒന്ന് ചിന്തിച്ച് മതിയാകും. നമുക്കറിയാം, യേശുവിൻ്റെ ആ വരവ് രണ്ടാമത്തെ വരവാണ്. അത് അന്ത്യവിധിക്കായിട്ടുള്ളത്. പഴയ നിയമത്തിൽ യേശു യേശുവിൻ്റെ ആ പഴയ നിയമത്തിൻ്റെ അവസാനത്തിലാണ് യേശു വരുന്നത്. നമുക്കറിയാം, മനുഷ്യ ചരിത്രത്തെ 2ആയി വിഭജിക്കുന്നുണ്ട്. ഒന്ന് ക്രിസ്തുവിന് മുമ്പും മറ്റൊന്ന് ക്രിസ്തുവിന് ശേഷവും. ക്രിസ്തുവിന് മുമ്പ് എന്ന് പറയുമ്പോൾ അവിടെ സൃഷ്ടി തൊട്ട് തുടങ്ങുന്നു. സൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒന്നും ഇല്ലായിരുന്നു. ഏക ശൂന്യമായിട്ടുള്ള ആ ശൂന്യതയിൽ നിന്നും ദൈവം ഓരോ കാര്യങ്ങൾ സൃഷ്ടിച്ചു. അവസാനം തൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് ജീവിക്കുവാൻ എല്ലാ സൗകര്യങ്ങളും ദൈവം നൽകി. പക്ഷെ നിർദ്ദേശിച്ച ചില നിയമങ്ങളും കൊടുത്തു. ആ ദൈവിക നിയമത്തിൽ നിന്നും അവർ അകന്നു പോയപ്പോൾ അവർക്ക് ആ സൗഭാഗ്യം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ആ സമയത്താണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്, നിങ്ങൾക്കായിട്ട് ഒരു രക്ഷകൻ വരുമെന്ന്. യഥാർത്ഥത്തിൽ ആ ദൈവത്തിൻ്റെ വാഗ്ദാനം, അതുപോലെ തന്നെ ദൈവത്തിനൊപ്പം തന്നെ പല പ്രവാചകന്മാരും
രക്ഷകൻ്റെ വരവിനായിട്ട് അതിൻ്റെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളും അവർ ജനങ്ങളെ അറിയിക്കുകയുണ്ടായി. അങ്ങനെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും നിറവേറ്റിക്കൊണ്ട് യേശു വന്നു. യേശു വരുമ്പോൾ യേശുവിൻ്റെ യുഗം ആരംഭിക്കുകയാണ്. യേശുവിന് ശേഷമുള്ള യുഗം, ക്രിസ്തു യുഗം, രക്ഷകൻ്റെ യുഗം. പക്ഷേ ആ രക്ഷകൻ്റെ യുഗം അവസാനിക്കുന്നത് യേശുവിൻ്റെ പീഡാസഹനത്തോടും മരണത്തോടും കൂടി അവസാനിക്കുന്നു. എന്നാൽ ആ യേശുവിൻ്റെ യുഗം അവസാനിച്ചു എന്ന് കരുതി നമ്മൾ പരിഭ്രമിക്കേണ്ട, നമുക്ക് ഒരു ആശങ്കയും വേണ്ട. യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ വീണ്ടും വരുമെന്ന്. യേശുവിൻ്റെ ആ വീണ്ടും വരും എന്നുള്ള ആ വരവാണ് രണ്ടാമത്തെ ആഗമനം. അത് ഓരോരുത്തരെയും വിധിക്കുവാനായിട്ടുള്ള യേശുവിൻ്റെ വരവാണ്. യഥാർത്ഥത്തിൽ പഴയ നിയമത്തിൽ ഒരു വിധി ദൈവം നടത്തുന്നുണ്ട്. ദൈവം മനുഷ്യന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോലും അവൻ ആ ദൈവത്തിൽ നിന്നും അകന്നു പോയി തിന്മയിലേക്ക് കടന്നു ചെന്നു. തിന്മയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ജനം മുഴുവൻ തിന്മയിലായതുകൊണ്ട് ആ ജനത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം നിശ്ചയിക്കുന്നു. അങ്ങനെ നോഹിനോട് ആവശ്യപ്പെടുന്നു, നീ ഒരു പേടകമുണ്ടാക്കുക, ആ പേടകത്തിൽ നീയും നിൻ്റെ കുടുംബവും പ്രവേശിക്കുക. അതോടുകൂടി ദൈവം ആ തൻ്റെ നോഹിന് കൊടുത്ത ആ കാര്യം നിർവഹിക്കപ്പെടുകയാണ്. ആ തിന്മ നിറഞ്ഞ ലോകത്തെ പാടെ ഇല്ലാതാക്കി അവിടെ രക്ഷപ്പെടുന്നതോ നോഹും കുടുംബവും മാത്രം. ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ നമ്മുടെ അവസ്ഥയും. യഥാർത്ഥത്തിൽ നമ്മളും തിന്മകളുടെ കൂമ്പാരത്തിലാണ്. നമ്മളും തിന്മ നിറഞ്ഞ ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ കാര്യങ്ങളിലൂടെ കടന്ന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് പലതവണ നമ്മൾ അകന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ അകന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ തീർച്ചയായിട്ടും അതിൽ ആരെല്ലാം നല്ല മനുഷ്യരുണ്ടോ ചീത്ത മനുഷ്യരുണ്ടോ അവർ വേർതിരിക്കുവാനായിട്ട്, നന്മ തിന്മയും വേർതിരിക്കുവാനായിട്ടാണ് യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം. അത് എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഏത് സമയത്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ പലരും ആ സമയമൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വരും. അത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ പലരും കടന്നു വരും. പക്ഷേ അവരാരെയും നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് കൂടി യേശുനാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ ആ രണ്ടാമത്തിന് വരവിന് വേണ്ടി നമ്മളിപ്പോഴും കാത്തിരിക്കണം. കള്ളൻ എപ്പോഴാണ് കടന്നു വരിക എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും യജമാനൻ ആ സമയത്ത് കാത്തിരിക്കും. അവന് ഭവനഭേദനം നടത്തുവാൻ അനുവദിക്കുകയുമില്ല. പക്ഷെ എപ്പോഴാണ് വരുന്നത് എന്ന് അറിഞ്ഞുകൂടാ എങ്കിൽ അവൻ ദിവസേന രാത്രി മുഴുവൻ ഉറക്കം വിളിച്ച് അവൻ കാത്തിരിക്കണമെന്ന് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. എപ്പോഴും ഒരു കള്ളനെയും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ രാത്രിയും ഉറക്കം വിളിച്ചിരുന്നാൽ തീർച്ചയായിട്ടും അവൻ്റെ ആ ശ്രമം വിഫലമായി പോകുകയുള്ളൂ. അതുകൊണ്ട് അവൻ മുൻകരുതലെന്ന നിലയിൽ ചെയ്യേണ്ടത് തൻ്റെ വീടിന് സുരക്ഷിതമാക്കുക. കള്ളൻ ഏത് സമയത്ത് കടന്നു വന്നാലും തൻ്റെ ഭവനഭേദം നടത്തുവാൻ അവന് അനുവദിക്കാതിരിക്കുവാൻ വേണ്ടി, അതിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവൻ നടത്തുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല ജനലുകളും നല്ല കതകുകളും നല്ല ഓടാമ്പലുകളും നല്ല പൂട്ടും താഴുമൊക്കെ വെച്ചുള്ള സുരക്ഷിതമായിട്ടുള്ള ഭവനം അവിടെ അവനുണ്ടെങ്കിൽ അവന് നന്നായി കിടന്നുറങ്ങുക. ഒരിക്കലും അവിടേക്ക് കള്ളൻ എത്തി നോക്കുകയില്ല. അതേസമയം നമ്മുടെ ഭവനം സുരക്ഷിതമല്ല എങ്കിൽ തീർച്ചയായിട്ടും ഏത് സമയത്തും കള്ളൻ കടന്നു വരും, ഭവനഭേദനം നടത്തി എന്നും വരാം. ഇതുപോലെയാണ് യേശുവിൻ്റെ ആഗമനവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഏത് സമയത്തും യേശുനാഥൻ കടന്നു വരും. അതുകൊണ്ട് ഇന്നോ നാളെയോ എന്നും അതിനെക്കുറിച്ച് നമ്മൾ ആകുലചിത്തരാകേണ്ട, നമുക്കൊരാശങ്കയും വേണ്ട, നമുക്കൊരു ഭയപ്പാടും വേണ്ട. മറിച്ച് നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കുക, കാത്തിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും എല്ലാം ദൈവം നമുക്ക് നൽകുന്നുണ്ട്.
നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള അവസരങ്ങൾ കണ്ടുപിടിച്ച്, സാഹചര്യങ്ങൾ കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ളൊരു നല്ല ജീവിതം നയിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, നമ്മൾ നല്ലത് ചെയ്തുകൊണ്ട്, നല്ലത് പ്രവർത്തിച്ചുകൊണ്ട്, നല്ല നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട്, നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തുകൊണ്ട്, മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ നല്ല കാര്യങ്ങളാണ്, നന്മകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഈ കാര്യത്തിനുള്ള ഒരുക്കമായിട്ട് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഏത് സമയത്തും നമ്മൾ യേശുനാഥൻ കടന്നു വരുമ്പോൾ ആ യേശുവിനെ സ്വീകരിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ നമ്മൾ മുൻകൂട്ടി തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമ്മൾ അതിനുള്ള കരുതലുകളെല്ലാം എടുത്തു കഴിഞ്ഞു. അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആശ്വസിക്കാം, ഏത് സമയത്തും യേശുനാഥൻ വന്നോട്ടെ എന്ന്. അതും തൻ്റെ അന്ത്യവിധിക്കായിട്ടാണ്. ആ വിധിയും ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കും. നമ്മൾ എങ്ങനെയാണോ ഈ ലോകത്ത് ജീവിച്ചത്, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണോ ജീവിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഫലം നമുക്ക് നല്ലതായിരിക്കും. സ്വർഗീയ സൗഭാഗ്യം നേടുവാനുള്ള അവസരമായിരിക്കും. ഇല്ലെങ്കിൽ നിത്യശിക്ഷയിലേക്ക് അന്ന് നോഹിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ ആയിരിക്കും സംഭവിക്കുക. ആ നോഹും കുടുംബവും ദൈവം ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊണ്ടുപോയി. അവർ നല്ലത് ചെയ്തു കൊണ്ടുപോയി. അവർക്കുണ്ട്, അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. മറ്റുള്ളവരാകട്ടെ ദൈവത്തിൽ നിന്ന് അകന്നു പോയി, അതുകൊണ്ട് അവർക്ക് രക്ഷ ലഭിച്ചു. ഇതുപോലുള്ള അവസ്ഥ നമ്മൾ വന്നു ചേരാതിരിക്കുവാൻ വേണ്ടി എപ്പോഴും നമ്മൾ കാത്തിരിക്കുക. ആരാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് വരുന്നതിനുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. വ്യക്തമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ വിജയിക്കേണ്ട സാധിക്കുകയുള്ളൂ. അതുപോലെ വരുന്ന ആളിനെയും തിരിച്ചറിയുവാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെപ്പോലെ വ്യക്തമായ ഒരു ധാരണയോ മനസ്സോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തിരിച്ചറിയാൻ സാധിക്കാതെ, സർക്കസും പരേഡും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ആ കുട്ടിയെപ്പോലെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കാത്തിരിപ്പെല്ലാം വിഫലമായിട്ട് മാറും. അതെല്ലാം അവസാനം ദുഃഖത്തിലായിരിക്കും അവസാനിക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്ന് ചേരാതിരിക്കുവാനായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിന് ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളാണ് ഈ ആഴ്ചകൾ ഓരോന്നും. ഈ നൊയിമ്പുകാലം ഓരോ ദിനങ്ങളും ആ മനോഭാവത്തോടു കൂടി നമുക്ക് ഈ നൊയിമ്പുകാലത്തെ ഈ ആഴ്ചകളെ നമ്മൾ സമീപിച്ചുകൊണ്ട് വേണ്ടത്ര ഒരുക്കത്തോടുകൂടി, കാത്തിരിപ്പോടുകൂടി, അതും വ്യക്തമായ ധാരണയോടുകൂടി നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെ നടക്കും, അതിനുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ജീവിക്കാം. അതിലൂടെ നമുക്ക് നല്ല ഒരു വിധിക്കുള്ള അർഹത നേടാം. അനുഗ്രഹത്തിനായിട്ട് ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി,
നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആഗമനം ഭക്തിയാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാര്യം കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിക്കുവാനും ഹൃദയം നിറങ്ങിയവരെ സുഖപ്പെടുത്തുവാനും അവിടുത്തെ ലോകത്തിലേക്ക് വന്ന പോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്കും അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യുമാറാകട്ടെ. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങേ സഭയെ പരിശുദ്ധമായി കാത്തുകൊള്ളണമേ. ഫ്രാൻസിസ് പാപ്പയെയും മറ്റെല്ലാ അജപാലകരെയും പരിശുദ്ധാത്മാ നിറവിൽ കാത്തുകൊള്ളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആഗമനകാലത്തിന് ആരംഭം കുറിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവെ, അങ്ങയെ അർഹതയോടെ സ്വീകരിക്കുവാൻ ക്രൈസ്തവ മക്കളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകലത്തിൻ്റെയും അതിനാഥനായ ദൈവമേ, അങ്ങേ മക്കളോട് കരുണയായിരിക്കണമേ. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിരാശയിൽ നിന്നും അങ്ങേ കരത്തിൽ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ ഈശോയെ, വിവിധങ്ങളായ രോഗങ്ങളാൽ അസ്വസ്ഥരായിരിക്കുന്ന മക്കളോട് കരുണയായിരിക്കണമേ. വളരെ പ്രത്യേകിച്ച് ക്യാൻസർ, കോവിഡ് പോലുള്ള രോഗാവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും അതിനാഥനായ കർത്താവെ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാവർക്കും നിത്യസൗഭാഗ്യം പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനുമായ ദൈവമേ, അങ്ങെല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുത് എന്ന് അഭിലേഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഈ ജനത്തിൻ്റെ ഈ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടുവാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. സഹോദരനെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനെ പിതാമ ദൈവത്തിന് സ്വീകാര്യമാവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ വരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ച വസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിൻ്റെ ഫലമായി അങ്ങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമാനമായി ഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ.
കർത്താവ് നിങ്ങളുടെ കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ എറിഞ്ഞതർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരം പ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രഭാവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തെ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും പതിനാസന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളെ സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലിക്ക് നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നു അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായിട്ട് അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവ് പവിത്രമാക്കുവാനും കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഏത് രഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും. അപ്രകാരം ദിനത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്ത്, എല്ലാവരും വാങ്ങി ഇത് നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങനെ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയിർപ്പും സ്വർഗാരോഹണോർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ശിവദായകവും പരിഭാവനുമായി ബലി പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൻ പാർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലി പ്രസാദിക്കുവാൻ ആഗ്രഹിച്ച ബലി വസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്നങ്ങേക്കുള്ള നിത്യമായ കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് അവകാശം ലഭിക്കുവാനിടയാക്കണമേ. വിശുദ്ധദേവതാവായ ഏറ്റവും വചനകറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട പിതാവിനോടും അനുഗ്രഹ അപ്പോസ്തലന്മാരോടും മഹമീയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായ വചനകാമറിയത്തോടും എല്ലാ വിശുദ്ധരുടെയും തങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തരമായ മധ്യസ്ഥയാൽ സഹായം കൈവരും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുജനത്തിൻ്റെ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തി രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാക്കണം എന്ന് അപേക്ഷിക്കുന്നു. അങ്ങേ ദാസന ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ ഇരുപതാധ്യക്ഷൻ ജോസ് മെത്രാനോടും മെത്രാൻ പദവിയുള്ളവരോടും വൈദികടത്തോടും അങ്ങ് നേടിയ സലജനങ്ങളുമൊത്ത് ഈ ഭൂമി തീർത്ഥാടനം സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിൽ ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടളണമേ. കാര്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തു നിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നിടൊപ്പം അങ്ങേ മഹത്വനിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവും അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കാറ്റിന് ഉത്ബോധരായും ദിവ്യയുടെ ശരീരോക്തരെയും നിർവേ നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മകളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളിപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ യുവത്തിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിനക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്ത കർത്താവായ ക്രിസ്തുവേ, ഞങ്ങളുടെ ഈ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും
ഐക്യം നൽകുവാൻ കഴിയണമേ. ഇന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതവൻ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
ശുശ്രൂഷ കഴിച്ച 3490 രൂപ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ആചരിച്ച ഈ ദുരഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാകുമാറാകട്ടെ. നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ ഈ രഹസ്യങ്ങളിലൂടെ സ്വർഗകാര്യങ്ങളിൽ തൽപരാകുവാനും അനശ്വരമായവ മുറുകെ പിടിക്കുവാനും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടണമേ. കർത്താവ് നിങ്ങളോടും കൂടെ, ആത്മാവോടും കൂടെ. ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാവട്ടെ. പോകുവിൻ, ദൈവപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.